ബഹ്റിൻ ആതിഥേയത്വം വഹിക്കുന്ന 33ാമത് അറബ് ഉച്ചകോടി സാക്കിർ കൊട്ടാരത്തിൽ വെച്ച് നടന്നു. ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ അധ്യക്ഷനായ ഉച്ചകോടിയിൽ ഗാസയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം, ഉപരോധ ആയുധങ്ങളുടെ ഉപയോഗം, പട്ടിണി, ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനം നടത്തുന്നതും, പതിനായിരക്കണക്കിന് നിരപരാധികളായ പാലസ്തീനികൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നതിലും അറബ് ഉച്ചകോടി ശക്തമായി അപലപിച്ചു. പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്നും ഗാസയിൽ വെടിനിർത്താൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും അറബ് ഉച്ചകോടി ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അഭയകേന്ദ്രമായി മാറിയ പാലസ്തീൻ നഗരമായ റഫയിലേക്ക് ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചതിനെയും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന വിനാശകരമായ മാനുഷിക പ്രത്യാഘാതങ്ങളെയും അറബ് നേതാക്കൾ ശക്തമായി അപലപിച്ചു. ഗാസയിൽ ഉടനടി ശാശ്വതമായ വെടിനിർത്തൽ, നിർബന്ധിത കുടിയൊഴിപ്പിക്കലിനുള്ള എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിക്കുക, എല്ലാത്തരം ഉപരോധങ്ങളും അവസാനിപ്പിക്കുക, മാനുഷിക സഹായത്തിന് പൂർണ്ണവും സുസ്ഥിരവുമായ പ്രവേശനം അനുവദിക്കുക, ഗാസ ആക്രമണത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്നും അറബ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഗാസയിലെ ദുരിതങ്ങളും ക്രൂരതകളും ധൈര്യപൂർവ്വം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നതായി ബഹ്റിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി അറബ് ഉച്ചകോടി സംബന്ധിച്ച് വിശദീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കാൻ ബഹ്റിന് സാധിച്ചത് അഭിമാനമാണെന്നും കൃത്യമായ വിവരങ്ങൾ നൽകി അറബ് ഉച്ചകോടിയെ ലോകസമക്ഷം അവതരിപ്പിച്ച മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹം നന്ദിയും പറഞ്ഞു.